ഹലോ, വീണ്ടും ഞാനൊരു അടുത്ത ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത് നിങ്ങളുടെ മുൻപിലേക്ക്. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു വീഡിയോ ഞാനത് കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കുറച്ച് ഇഷ്യൂസ് കാരണം ഇത് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതിങ്ങനെ തള്ളി വെച്ചേക്കുമായിരുന്നു. എന്താ വെച്ചാൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവം 12-12. ആ ഒരു 12-12 എന്നുള്ള നമ്പർ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഇൻവോൾവ് ആയി എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെന്തൊക്കെ അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരായിരിക്കണം. ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണോ, അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെയുള്ള ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാട്ടിൽ നല്ല മഴയാണ്, കാറ്റും ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എനിക്കറിയാം, എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മളുടെ ഈ യൂണിവേഴ്സ് കാലാവസ്ഥയൊക്കെ മാറി നമുക്ക് മനുഷ്യർക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക, മിടുക്കരായിട്ട് ചെയ്യേണ്ട കെയറൊക്കെ ചെയ്യുക, ടേക്ക് കെയർ ആയിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോയാലോ. നമുക്കതിനായിട്ട് ആവശ്യം എന്താണെന്ന് വെച്ചാൽ പച്ചമഷി പേന അല്ലെങ്കിൽ നീലമഷി പേന. എൻ്റെ അടുത്ത് ഈ ഒരു പേനയാണുള്ളത്, നീലമഷി പേനയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് പച്ചമഷി ഓർ നീലമഷി, കറുത്ത മഷി ഒരിക്കലും എടുക്കരുത്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മോതിര വിരലിൽ എഴുതുക എന്നുള്ളതാണ്. മോതിര വിരലിലാണ് നമ്മൾ ഈ നമ്പർ എഴുതുന്നത്. അപ്പോൾ ഞാനൊന്ന് എഴുതിയിട്ട് വരാം കേട്ടോ. എഴുതി കഴിഞ്ഞു. കാണാമോ? എഴുതി കഴിഞ്ഞു. 12-12 എന്ന് നമ്മളുടെ മോതിര വിരലിൽ എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾ അതിനെ നോക്കിയിട്ട് ഒരു 5 സെക്കൻഡ് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അരമണിക്കൂർ ഇത് മായാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു നമ്പർ അരമണിക്കൂറെങ്കിലും മായാതെ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതിയെന്ന് പറഞ്ഞിട്ട് വേറെ ജോലികൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണ് ജോലി ഉള്ളത് അത് ചെയ്യാം. പക്ഷെ വെള്ളം നനയുന്ന ജോലികൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് സൂക്ഷിക്കരുത്. എന്നിട്ട് നമ്മളിത് എഴുതുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ എന്താണോ ഒരൊറ്റ ആഗ്രഹം, ഓക്കെ, ഒരു ആഗ്രഹം മാത്രം വെച്ചിട്ട് നമ്മൾ ഈ നമ്പർ എഴുതുക. നമ്മൾ ഈ നമ്പർ എഴുതിയിട്ട് ഒരു 21 ദിവസമാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഓക്കെ, 21 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ പലർക്കും ഈ 21 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. ചിലർക്ക് 21 ദിവസം ആകുമ്പോഴേ നടക്കത്തുള്ളൂ. ചിലർക്ക് ഇടയിൽ ഒരു 3 ദിവസം, 4 ദിവസം, 7 ദിവസം, 10 ദിവസമൊക്കെ ആകുമ്പോൾ ചിലർക്ക് നടക്കാറുണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിത് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചിലപ്പോൾ 2ാമത്തെ ദിവസം സാധിച്ചു കിട്ടി, അല്ലെങ്കിൽ ഒരു 10ാമത്തെ ദിവസം സാധിച്ചു കിട്ടി. ഓക്കെ, അപ്പോൾ സാധിച്ചു കിട്ടിയതിന് ശേഷം നമ്മൾ വിചാരിക്കും ഈ സാധിച്ചു കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എഴുതണ്ട. അങ്ങനെ വെക്കരുത് ഒരിക്കലും. നിങ്ങൾ ഈ നമ്മളുടെ കാര്യം സാധിച്ചു കിട്ടിയാൽ പോലും ആ ഒരു 21 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇത് എഴുതുക. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് നമ്മൾ എഴുതിയിട്ട് ഇപ്പോൾ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വിട്ടുപോകും. ഇപ്പോൾ ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് നമ്മൾ എഴുതി, അതിനുശേഷം ഒരു ദിവസം എഴുതാൻ പറ്റിയില്ല, മറന്നുപോയി. ഓക്കെ, മറന്നുപോയപ്പോൾ നമ്മളെന്താ വെച്ചാൽ അടുത്ത ദിവസം വീണ്ടും, ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ 8ാമത്തെ ദിവസം എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതരുത് ഒരിക്കലും. നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ 8ാമത്തെ ദിവസം 1 എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, അത് 1 എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്കിത് ചെയ്യുന്നതിന് ഒരുവിധ പദ്യമോ ഒരു നൊയമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ജാതി മത ഭേദമില്ല, പ്രായപരിധി ഇല്ല, അങ്ങനെ എല്ലാവർക്കും ചെയ്യാം. വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ സക്സസ്ഫുള്ളായിട്ട് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കൊരു കാര്യം നടക്കും എന്നുള്ളതൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെ ഇത് ഒരിക്കലും അന്ധവിശ്വാസമല്ല, ഇതൊരു ഏഞ്ചലിൻ്റെ നമ്പറാണ് 1212 എന്നുള്ളത്. ഒരിക്കലും അന്ധവിശ്വാസം അല്ല, ഇത് വിശ്വാസം, നമ്മളുടെ ഉള്ളിലെ വിശ്വാസം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് പ്രൂഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം നടന്നു കിട്ടുമ്പോൾ നമുക്കത് പ്രൂഫാകും. ഇപ്പോൾ നടക്കുമോ ഇല്ലയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, പല ചിന്തകളോടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. സോ വിശ്വാസത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഞാൻ പറഞ്ഞ നൊയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഈ മാസമുറ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യാമോ, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിച്ചതുകൊണ്ട് ചെയ്യാമോ, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യാം, മുടങ്ങാതെ ചെയ്യുക. ഇടയ്ക്ക് ഏതെങ്കിലും ദിവസം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ 1 എന്ന് വേണം തുടങ്ങാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓർക്കുന്നതെല്ലാം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, വിശ്വാസമുള്ള ആൾക്കാർ ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കാതിരിക്കുക. ഓക്കെ, അവരെങ്കിലും രക്ഷപ്പെടട്ടെ. നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ ഉണ്ടോ പിന്നെ ഇതിലിപ്പോൾ മലമറിക്കാൻ എന്തോ ഇരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. സോ അവർ മാറി നിൽക്കട്ടെ, അല്ലാതെ വിശ്വാസമുള്ളവർ ചെയ്തോട്ടെ. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാനൊരു ക്രിസ്ത്യനാണ്. ഞാനിപ്പോൾ എഴുതിയിട്ട് എനിക്ക് നടന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോഴും നമ്മൾ കാര്യം ചിന്തിക്കുമ്പോഴും നാട് മുഴുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതെ നമ്മളത് രഹസ്യമായിട്ട് വയ്ക്കുക. എന്താണ് കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരൊറ്റ കാര്യമേ ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. ഇതിന് എത്ര പ്രാവശ്യമാണെങ്കിലും ചെയ്യാം, നമുക്ക് അതൊരു വിഷയമില്ല. പക്ഷേ 21 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആവശ്യം നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കാര്യം സാധിച്ച് കിട്ടണമല്ലോ. ഇപ്പോൾ ഈ ലോകത്ത് നെഗറ്റീവ് ചിന്താഗതിയും പോസിറ്റീവ് ചിന്താഗതിയുമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മളുടെ ഒരു പോസിറ്റീവ് ഇതിൽ വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് സപ്പോസ് ആരെങ്കിലും ഈ നമ്പർ കണ്ടിട്ട് ചോദിക്കും, നീ എന്തോ അടി എഴുതി വെച്ചേക്കുന്നത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് സീക്രട്ടായിട്ട് പറയാം, ഇതിങ്ങനെയാണ്, ഒരാവശ്യമുണ്ട്, എനിക്ക് ഈ ഒരു കാര്യം നടന്നു കിട്ടാനായിട്ട് ഞാനിങ്ങനെ എഴുതി വച്ചേക്കുന്നതാണ്, വേണമെങ്കിൽ നീയും കൂടെ ട്രൈ ചെയ്തോ, അങ്ങനെ പറയാം. അല്ലാതെ ഒരിക്കലും ഇത് നാടുമൊത്തേ പരക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുത് ഒരിക്കലും. ഓക്കെ, ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ ഓർത്തതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സപ്പോസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള മറുപടി തരും. പിന്നെ ഇത് നടക്കുമോ അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത്. വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. വിശ്വസിച്ചാലാണ് നമുക്ക് അതിൽ ഫലം ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നമ്മൾ മനുഷ്യരാണ്, നമ്മളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കടൽ പോലെ നീണ്ടു കിടക്കുകയാണ്, അല്ലേ? ഒരിക്കലും നമ്മളുടെ ആവശ്യങ്ങൾ തീരുന്നില്ല. സോ നമ്മൾ എഴുതും തോറും എന്നല്ല, നമ്മൾ ജനിച്ചിട്ട് മരിക്കുവോളം നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ആവശ്യങ്ങൾ സാധിച്ചെടുക്കേണ്ടത്, അത് ഇപ്പോൾ ചിലപ്പം ജോലിയുടെ കാര്യമായിരിക്കാം, ചിലപ്പോൾ പൈസ
കൊടുത്തിട്ട് കിട്ടാത്ത പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കടം ചോദിച്ചിട്ട് കിട്ടാതെ ഇരിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ വിവാഹ തടസ്സം, അങ്ങനെ ഓരോരോ ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പം ഒത്തിരി പേരും ഞാൻ കണ്ടിട്ടുള്ളത് ഈ സാമ്പത്തിക പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഈ ഒരുപാട് പേര് ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സക്സസ്ഫുൾ ആവുകയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ വിശ്വാസത്തിന് പുറത്താണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവം, അതുപോലെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, അവർക്ക് എന്താണ് മാറ്റം ഉണ്ടായത്, അതും കൂടെ വന്നിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 10 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നെറ്റ് ഇഷ്യൂസ് ഒന്നുമില്ലാതെ ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഞാനൊരു 10 മണിയാകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് തരിക. അപ്പോഴാണ് ഞാൻ പുതിയ ടോപ്പിക്കും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു തരാം. ഞാൻ ഓർത്തതൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഇതാണ്. എനിക്ക് നടന്നു കിട്ടിയ കാര്യം ഞാൻ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് എനിക്ക് നടന്നു കിട്ടിയത്. കാരണം അത്ര ഡിഫിക്കൾട്ടായിരുന്നു ആ ഒരു കാര്യം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് നടന്നു കിട്ടി. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കും അതിലൂടെ ഒരു ഫലം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയത്. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ. ബൈ ഓൾ.